السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد فاتقوا الله وعباد الله. സ്നേഹാദരണീയരായ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നാനേറെ സ്നേഹിക്കുന്ന സമാദരണീയരായിട്ടുള്ള ഖുർആൻ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് തഫ്സീർ പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് ആണ്. 112ാമത്തെ സൂറത്താണ് ഇൻഷാല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മക്കിയായ സൂറത്താണ്, അഥവാ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. മദീനയിലാണ് അവതരിപ്പിച്ചത് എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു സർവാശ്രയനായ യജമാനനാണ്. ലം യലിദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു സന്താനത്തെയും ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അള്ളാഹു സന്താനമായി ജനിച്ചവനുമല്ല, അങ്ങനെ ജനിച്ചുണ്ടായിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊരാളുമില്ല. ഇങ്ങനെയുള്ള സൂറത്തുൽ ഇഖ്ലാസ് സ്വഹാബികളുടെ റിവായത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സ്വഹാബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തായിരുന്നു സൂറത്തുൽ ഇഖ്ലാസ്. ചില സ്വഹാബാക്കളൊക്കെ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഇമാമികളായിട്ട് നിൽക്കുമ്പോൾ സൂറത്തുകൾ ആരംഭിച്ചിട്ട് അത് അവസാനിപ്പിക്കുക സൂറത്തുൽ ഇഖ്ലാസിലാണ്. അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുമ്പോൾ അത് എനിക്ക് കൂടുതലായിക്കൊണ്ട് ആ സൂറത്ത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് റസൂലേ ഞാൻ സൂറത്തുൽ ഇഖ്ലാസിൽ അവസാനിപ്പിച്ചത് എന്നൊക്കെ സ്വഹാബികൾ മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, മുശ്രിക്കീങ്ങളും യഹൂദികളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിഫ് ലന റബ്ബക മിൻ അയ്യി ഷൈഇൻ, നീ നിന്റെ റബ്ബിനെ ഒന്ന് വിശദീകരിക്കണമെന്ന് പറയുന്ന വേളകൾ ധാരാളമായിരുന്നു. അവർക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സൂറത്ത് യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താണ് അഹദ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ലൈസ ലഹു മസീൽ വലൈസ ലഹു ശരീക്. അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നതോടുകൂടി രണ്ടാമതൊരാളില്ല, അള്ളാഹുവിന് തുല്യമായി ഇനി മറ്റൊരാളുമില്ല, അള്ളാഹുവിന് ഒരു നിലക്കുമുള്ള പങ്കുകാരുമില്ല. അപ്പോൾ അഹദ് എന്നൊരൊറ്റ പ്രയോഗത്തിലൂടെ മസീലുമില്ല, ശരീക്കുമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു അഖീദ. പലപ്പോഴും ഈ അഖീദയിൽ നിന്ന് തെറ്റിയാണ് നമ്മളുടെ സമസ്ത സുഹൃത്തുക്കൾ പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചാൽ തന്നെ അവരുടെ ശിർക്കിൽ നിന്ന് അവർ തൗഹീദിലേക്ക് മടങ്ങുന്നവരെ മാറും ഇൻഷാ അല്ലാഹ്. പക്ഷേ അവർ സൂറത്തുൽ ഇഖ്ലാസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അള്ളാഹു ഏകനാണ്, ഒരുവനാണ് എന്ന് പറയുന്നതോടുകൂടി അള്ളാഹുവിന് തുല്യമായി ഇനി ഒരാളുമില്ല, അതുപോലെ അള്ളാഹുവിന് ഒരു നിലക്കും ശരീക്കുമില്ല, പങ്കാളികളുമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയാണ്. അള്ളാഹു സ്വമദ്. എന്താണ് സ്വമദ് എന്ന് പറഞ്ഞാൽ? അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അൽ കാമിലു ഫി സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അള്ളാഹു പരിപൂർണമായി ഒത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ അള്ളാഹു പരിപൂർണനാണ്. അല്ലദി ഇഫ്തഖറത് ഇലൈഹി ജമീഉ മഖ്ലൂഖാതിഹി, എല്ലാ മഖ്ലൂഖുകളും എല്ലാ പടപ്പുകളും അള്ളാഹുവിലേക്കാണ് ആശ്രിതരായിട്ടുള്ളത്. അള്ളാഹു നമ്മളിലേക്കല്ല, നമ്മൾ അള്ളാഹുവിലേക്കാണ് ആശ്രിതം. അങ്ങനെയുള്ളവനാരോ അവനാണ് സ്വമദ് എന്ന് പറയുക. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അള്ളാഹു സ്വമദ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അന്ന സ്വമദ് എന്ന് പറഞ്ഞാൽ ഹുവൽ കാമിലു ഫി ഇൽമിഹി, ഹുവൽ കാമിലു ഫി ഹിൽമിഹി, ഹുവൽ കാമിലു ഫി ഇസ്സതിഹി, ഹുവൽ കാമിലു ഫി ഖുദ്റതിഹി. ഇൽമു കൊണ്ട് പരിപൂർണനായവൻ, ഹിൽമ കൊണ്ട് വിവേകം കൊണ്ട് പരിപൂർണനായവൻ, ഇസ്സത്ത് കൊണ്ട് പ്രതാപം കൊണ്ട് പരിപൂർണനായവൻ, ഖുദ്റത്ത് കൊണ്ട് പരിപൂർണനായവൻ. ഇങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സ്വമദ് എന്ന് പറയുക. ആ സ്വമദ് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പോൾ ലോകത്തുള്ള സകല പടപ്പുകളും അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്. അങ്ങനെയുള്ള ഏകനായ, നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി നൽകാൻ കഴിവുള്ള ഏകനായ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു അഖീദയാണ് ഈ സൂറത്തിലൂടെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. ലം യലിദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെയും ജനിപ്പിച്ചിട്ടില്ല. ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ള 3 വിഭാഗം ആളുകൾക്കും, ഇനി ആരൊക്കെ അള്ളാഹുവിന് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന് സന്താനമുണ്ട്, ഇനി വേറെ ആരൊക്കെ വാദിച്ചാലും അവർക്കെല്ലാമുള്ള മറുപടിയാണ് ലം യലിദ് എന്നുള്ള ഒരൊറ്റ പ്രയോഗം. അല്ലേ, സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികത എത്ര മനോഹരമാണ്. ഒറ്റ പ്രയോഗത്തിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ളവർക്കുമുള്ള മറുപടിയാണ്, അള്ളാഹു ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഈ ഒറ്റ പ്രയോഗത്തിലൂടെ 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം മുശ്രിക്കുകളാണ്. കാരണം അവർ പറഞ്ഞത് ഖാലു അൽ മലായിക, മലക്കുകൾ ബനാത്തുള്ള അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന മുശ്രിക്കുകൾക്ക് വാദമുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടിയാണ് ലം യലിദ്, അള്ളാഹു ജനിപ്പിച്ചിട്ടില്ല. അതുപോലെ യഹൂദികൾ ഖാലു ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാഹുവിൻ്റെ മകനാണ് ഉസൈർ എന്ന് യഹൂദികൾ വാദിക്കുന്നുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടിയാണ് ലം യലിദ് എന്നുള്ള ആയത്ത്. നസ്വാറാക്കൾ വാദിച്ചിരുന്നു ഖാലു അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസീഹ് അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് ആര് വാദിച്ചിരുന്നു? നസ്വാറാക്കൾ വാദിച്ചിട്ടുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ലം യലിദ് എന്നുള്ള ഒരൊറ്റ പ്രയോഗം എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ വലം യൂലദ്, അള്ളാഹു ജനിച്ചുണ്ടായിട്ടുമില്ല, അള്ളാഹു ജനിച്ചിട്ടുമില്ല. ഐ ലൈസ ഖബ്ലഹു ഷൈ, അള്ളാഹുവിന് മുൻപ് മറ്റൊന്നുമില്ല. അള്ളാഹുവാണ് ലോകത്ത് ആദ്യമായി ഉള്ളതെന്ന് പറഞ്ഞാൽ അവന് മുമ്പ് പിന്നെ ഒന്നുമില്ല. അള്ളാഹുവാണ് എന്നേക്കുമായുള്ളവൻ, അള്ളാഹുവാണ് ആദ്യമായിട്ടുള്ളവൻ. അള്ളാഹുവിനെ ആരും ജനിപ്പിച്ചിട്ടില്ല, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അഖീദ പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസിനെ ഉൾക്കൊണ്ട്, കാരണം അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്താണ്. അല്ലേ, സ്വഹാബാക്കൾ എന്തുകൊണ്ട് ഈ സൂറത്തിന് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ ചില സ്വഹാബികളുടെ റിവായത്തുകളൊക്കെ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഉൾക്കൊള്ളുന്ന
ഒരു സൂറത്തായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ സ്വഹാബികൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സൂറത്തിൻ്റെ ചില ഫضലുകൾ, ചില ഗുണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആനിൻ്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്, അല്ലേ? ഖുർആനിൻ്റെ 1/3. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിൻ്റെ സുന്നത്ത്, സുബഹിക്ക് മുന്നേയുള്ള 2 റക്അത്ത് സുന്നത്തിലും മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിലും തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്തിലും വിത്ർ നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്അത്തിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നമസ്കാരത്തിൻ്റെ 3ാമത്തെ റക്അത്തിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നു? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ശ്രേഷ്ഠതയെ, ഫضലിനെ അറിയിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് എന്തുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 കാരണം? അന്ന ഉലൂമൽ ഖുർആൻ സലാസ, ഖുർആനിലെ ഇൽമ് 3 ഖുർആനിൻ്റെ ഇൽമ് 3 ഖുർആനിൻ്റെ അറിവ്, ഖുർആനിൽ ഉൾക്കൊണ്ടിട്ടുള്ള അറിവ് 3 തരത്തിലാണ് പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് തൗഹീദ്, ഒന്നാമത്തെ തൗഹീദാണ്. രണ്ടാമത്തേത് അൽ അഹ്കാം, രണ്ടാമത്തേത് അഹ്കാമുകൾ, ഹുക്കുമുകൾ, വിധികളാണ്. മൂന്നാമത്തേത് അൽ ഖിസസ്, ചരിത്രങ്ങളാണ്. ഇങ്ങനെ തൗഹീദ്, അഹ്കാമ്, ഖിസസ്, ഇങ്ങനെ 3 രൂപത്തിലാണ് ഖുർആനിലെ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് തൗഹീദാണ്. ഈ തൗഹീദിനെ പരിപൂർണമായും സൂറത്തുൽ ഇഖ്ലാസിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മൾ സുലുസുൽ ഖുർആനിൻ്റെ 1/3, 3 ഇൽമുകളിൽ ഒരു ഇൽമ് എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം അതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദാത്തുകളിൽ പെട്ടതാണ്, അല്ലേ? അദ്കാർ സുബാഹിലും മസായിലും ഒക്കെ നമ്മൾ എന്താക്കാറുണ്ട്? ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഒക്കെ ഓതി നമ്മൾ മുഅവ്വിദാത്തുകൾ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ നമസ്കാര ശേഷമുള്ള സമയങ്ങളിൽ നമ്മൾ മുഅവ്വിദാത്തുകൾ കൂട്ടത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഇൽമുകളാണ്. നമ്മളുടെ തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കുന്ന സൂറത്തുകളാണ്. നമ്മളുടെ അഖീദയെ തെറ്റിക്കാതെ മുന്നോട്ട് പോകാൻ നമ്മളെ പഠിപ്പിക്കുന്ന സൂറത്തുകളാണ്. അതുകൊണ്ട് ഈ സൂറത്തുകൾ കൃത്യമായി പഠിക്കുകയും അത് ഇഖ്ലാസോട് കൂടി തന്നെ ഉൾക്കൊള്ളുകയും അതിൻ്റെ ധാരാളക്കണക്കിന് മറ്റു ഇൽമുകൾ പഠിക്കാൻ നമ്മൾ കൂടുതലായി കൊണ്ട് മുന്നിട്ട് വരികയും ചെയ്യണമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പഠിക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക ബാറകല്ലാഹു ഫീക്കും. അല്ലാഹുമ്മ യഹ്ഫദുക്കും അഹ്സനല്ലാഹു ഇലൈക്കും. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.